സർക്കാരിന് വലിയ ഡാമേജിങ് അല്ലാത്ത ഒരു വാർത്ത കൊടുത്തിട്ടുള്ളൂ. മറ്റെല്ലാ പത്രത്തിലും, സുപ്രഭാതത്തിൽ, തേജസ്സിൽ, എല്ലാത്തിലും സർക്കാരിന് വളരെ വളരെ ഡാമേജിങ് ആയിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. അത് വായിച്ചാൽ കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കാർക്കും ലീഗുകാർക്കും അല്ല, മാർക്സിസ്റ്റുകാർക്ക് പോലും വലിയ വികാരം തോന്നും ഈ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച്. ആ വാർത്തകൾ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത് വായിച്ചപ്പോൾ സർക്കാരിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ് പ്രവർത്തിക്കുക. അത് ബ്യൂറോക്രാറ്റിക് വേ ഓഫ് തിങ്കിങ് ആണ്. അവർ ഈ വൈതരണി മറികടക്കാൻ കണ്ടുപിടിച്ച ഒരു ചളുക്ക് വിദ്യയാണ്. അത് ഇതുപോലൊരു പരസ്യം കൊടുത്താൽ പരസ്യം വായിച്ച് ജനങ്ങളൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്നവർ വിചാരിച്ചു. സത്യം പറയട്ടെ, എല്ലാ പത്രവും വായിക്കുന്നത് ഞാൻ പോലും ഈ പരസ്യം കാണുന്നത് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ്. നമ്മൾ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല അങ്ങനെ പരസ്യം കിടക്കുന്നത്. കാരണം പരസ്യം ആരും നോക്കൂല്ല നേരത്ത്. സാധാരണ ഇതിൽ പരസ്യം നോക്കുന്നത് സത്യവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളല്ലേ നമ്മൾ പരസ്യമായിട്ട് കൊടുക്കുക. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാർത്തയായിട്ട് കൊടുക്കും, സത്യമല്ലാത്ത പരസ്യമായിട്ട് കൊടുക്കും. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഏതൊരു ദുരന്തരന് തോന്നിയ ബുദ്ധിയാണ്. തമാശയോടെ കാണാവുന്ന, ലാഘവത്തോട് കാണാവുന്ന ഒരു വിഡ്ഢിത്തമായി മാത്രം ഈ പത്രപരസ്യത്തെ കരുതാൻ സാധിക്കുമോ? ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം പരസ്യത്തിലൂടെ പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാവുന്നുള്ള തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് വരുന്നതാണത്. കാരണം ഈ കാര്യം തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയായിട്ട് 1-ാം പേജിൽ മിക്കവാറും പത്രങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിലധികമായിട്ടൊന്നുമില്ല. മാതൃഭൂമി പത്രത്തിൽ ഞാൻ വായിച്ചത് അതിൻ്റെ അവസാന പാരഗ്രാഫിൽ ഇതേ കാര്യങ്ങൾ ഒരു പരസ്യമായിട്ട് PRD കൊടുത്തിട്ടുണ്ട് എന്നൊരു വാചകം കൂടി അതിൻ്റെ കൂടെയുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് ഒരു വ്യാഖ്യാനമാണ്, സമ്പൂർണ്ണമായ നുണയാണ്, യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് ഒരു ബന്ധമില്ലാത്തതാണ് എന്ന് അതിനകത്ത് ശ്രീജിത്ത് തന്നെ പറഞ്ഞല്ലോ. വടകരയിൽ നിന്ന് അവർ 14 പേര് വന്നു, പക്ഷേ PRDയുടെ കണക്കിൽ 6 പേരേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നുഴഞ്ഞുകയറ്റക്കാരാണ്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഓരോ ദിവസവും കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരാളും ഇല്ല എന്ന ബോധ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർ കരുതുന്നത് ചില സൂത്രവിദ്യകൾ കൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് കളയാമെന്നാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല, ഒരുപക്ഷേ ആധുനിക ലോകത്ത് എവിടെയില്ല. അവർ യാഥാർത്ഥ്യങ്ങളെ നേർക്കുനേരെ കാണുന്നവരാണ്. വിശേഷിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ കാലത്ത്, സോഷ്യൽ മീഡിയയുടെ കാലത്ത് യാഥാർത്ഥ്യങ്ങളെ മൂടി വയ്ക്കുക അസാധ്യമാണ്. അത് കേരളീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വാർത്താരംഗത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു പ്രദേശം അങ്ങനെ മൂടി വയ്ക്കുക അസാധ്യമാണ്. അങ്ങനെ മൂടി വയ്ക്കാൻ ഈ ഓട്ടപരസ്യത്തിലൂടെ സാധ്യമല്ല എന്ന് ഗവൺമെൻറ്റിനെ നയിക്കുന്നവർക്ക് തിരിച്ചറിവുണ്ടാകുന്ന കാലത്ത് മാത്രമേ അവർ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരികയുള്ളൂ. അങ്ങനെ മാത്രമേ അവർക്ക് വസ്തുതകളെ ശരിയായി അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രീമതി പാർവതിയും ടെലിഫോൺ ലൈനിൽ. പാർവതി, ഈ പത്രപരസ്യം വഴി മഹിജിയെ അപമാനിക്കുകയല്ലേ സർക്കാർ ചെയ്തിട്ടുള്ളത്? പത്രപരസ്യം വഴി മഹിജയെ അപമാനിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ സത്യത്തെ അപമാനിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട്. മഹിജയ്ക്ക് പരിക്കേറ്റിട്ടില്ല എന്ന് അതിൽ പറയുന്നുണ്ട്. അതെ, അത് സത്യത്തെയല്ലേ അപമാനിച്ചത്? സത്യം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ? എന്തിനാണ് നുണ പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇത് കണ്ണിലെ കരടാകരുത്. ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഇലക്ഷൻ സമയമാണ്, ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് ഉറക്കെ പറയുകയാണ്. അപ്പോൾ ഞങ്ങളെ വിശ്വസിക്കുന്നവർ, ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർ, ഞങ്ങൾക്ക് ആകാൻ ആഗ്രഹിക്കുന്നവർ, ഞങ്ങൾ പേര് വെട്ടിക്കളയേണ്ടാത്തവർ എല്ലാവരും ഇത് ആവർത്തിക്കുക എന്ന് പറഞ്ഞതാണ് ആ പരസ്യം. ഇതാണ് നമ്മൾ പറയേണ്ടത്. ഇതാണ് ഞങ്ങളുടെ തുറന്ന നിലപാട്. 6 പേരേ വന്നിട്ടുള്ളൂ, അല്ല 14 പേര് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മളത് ശബ്ദിക്കരുത്. 6 പേരാണ് വന്നത് എന്ന് സർക്കാർ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അത് മാത്രം ഇനി ഏറ്റു പറയുക, തത്തമ്മകളാക്കുകയാണ്. പൂച്ച എന്ന് ഏറ്റു പറയുക എന്നുള്ളതിന് അപ്പുറത്തേക്കൊന്നും ഇല്ല. അതിനു വേണ്ടിയുള്ള എല്ലാ പോയിന്റുകളും അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളത് പഠിച്ച് പറയുക മാത്രമാണ് ചെയ്യേണ്ടത്. എതിരെ ആലോചിക്കരുത്, സ്വന്തമായി ചിന്തിക്കരുത്, പറഞ്ഞു തരുന്നത് പറയുക. KK ശൈലജയെ പോലുള്ള ഒരു വനിതാ മന്ത്രിയിൽ നിന്നുള്ള പ്രതികരണം, പരിക്കേറ്റോ, അവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്നാണ് മന്ത്രി KK ശൈലജ പറയുന്നത്. അവർക്ക് ഒരു വനിതാ മന്ത്രിയാണ്, വേണമെങ്കിൽ പോയി പരിശോധിക്കാം, അവരോട് സംസാരിക്കാമായിരുന്നു, സത്യം എന്ന് മനസ്സിലാക്കാമായിരുന്നു. അതൊരു വനിതാ മന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണോ? അവരെക്കാളും ഞാൻ പറയട്ടെ, ഇന്ന് പ്രകാശ് കാരാട്ട് എന്താണ് പറഞ്ഞത്? ശ്രീ MA ബേബിയുടെയും VS-ന്റെയും കാര്യത്തെക്കുറിച്ച് എടുത്തു ചോദിച്ചപ്പോൾ അവരോട് പറയുന്നത് അവര് ഓർക്കേണ്ടത് അവർ പ്രതിപക്ഷമല്ല എന്നാണ്. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തുള്ളവർക്ക് മാത്രമേ സർക്കാരിനെ വിമർശിക്കാൻ അധികാരമുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ സർക്കാർ ഭാഷ്യം ഏറ്റുപറയുക. ശൈലജ ടീച്ചർ സാധാരണഗതിയിൽ വളരെ സത്യസന്ധയായും വളരെ കൃത്യമായും നിലപാടെടുക്കുന്ന ഒരാളാണ്. അവര് പോലും പ്രതിസന്ധിയിലായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. അത് എന്തിനു വേണ്ടി എടുക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ. ഇത് നമുക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം CPM-കാരാണ്, സാധുക്കളാണ്, ഗ്രാമത്തിലുള്ളവരാണ്, നിഷ്കളങ്കരാണ്. ഞാൻ ഇന്ന് അതിലൊരു അമ്മാവനോട് ചോദിച്ചിരുന്നേ, മലപ്പുറം ഇലക്ഷൻ അല്ലേ,
അപ്പൊ ചൗരിക്ക് എന്നാണ് ഇലക്ഷൻ? കുറെ നാളായിട്ട് ജിഷ്ണുവിന്റെ മരണത്തെ കുറിച്ചല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ വേറൊരു ചർച്ചയുമില്ല. അവരങ്ങനെ ഒരു പത്രം വായിക്കുകയൊന്നും ചെയ്യില്ല. എല്ലാവരും ഒരു പ്രത്യേക തരത്തിൽ മാനസികമായി ഒരു വിഷാദരോഗം ബാധിച്ച പോലെ നിരാശത ബാധിച്ച ഒരു കുടുംബമാണ് അവരെല്ലാവരും ഭയങ്കര സ്ലാനിഷാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മഹിജേച്ചിയുടെ കണ്ണ്, മഹിജേച്ചി വിഷമിക്കുന്നു, ഇങ്ങനെയാണ് അവർ മുഴുവൻ പേര് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിനെ ഇങ്ങനെ ഒന്നും നേരിടേണ്ട ആവശ്യമില്ല. അവരെ ചെന്ന് ഒന്ന് സ്നേഹമായിട്ട് ഒന്ന് ചേർത്ത് പിടിച്ച് നിങ്ങളോടൊപ്പം നമ്മളുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻ, സാങ്കേതികമായി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത കുടുംബമല്ലത്. അത്രയ്ക്ക് ചെയ്യാനുള്ള ധൈര്യം, അവരെ നേരിടാനുള്ള ധൈര്യം ഇല്ലാതായി പോകുന്നത് എന്താണ് സർക്കാരിന് മനസ്സിലാവുന്നില്ല. അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു പത്രപരസ്യം, അത് ഭയങ്കര തമാശല്ലേ? കേരളത്തിലെ ജനം ഇത് വിശ്വസിക്കുമെന്നാണോ? കേരളത്തിലെ ജനം ഇത് തൽക്കാലം കുറച്ചു പേർക്ക് സർക്കാരിനെ കിടക്കാൻ ആവശ്യമില്ലാത്തവർ പറഞ്ഞെന്നിരിക്കും. സ്വതന്ത്രമായ ഈ പത്രപരസ്യത്തിന് ശേഷം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, കാനം അല്പം പിന്നോട്ട് പോയിരിക്കുന്നു. MABB അതിവൈകാരികമായി പ്രതികരിച്ചു എന്ന് ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ നേതാക്കൾക്കാണ് കാര്യങ്ങൾ കൂടുതൽ ബോധ്യമായിരിക്കുന്നത്, ജനത്തിനല്ല. സ്മൃതി, ഒന്നുകിൽ നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിക്കപ്പോൾ എൻ്റെ വേഷം പറയാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങ് ഒഴിവാക്കുക. നിങ്ങളിങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം 5-6 പോയിൻ്റായിട്ട് വിശദീകരിച്ച് കഴിഞ്ഞു. പറഞ്ഞോളൂ ബിജു. കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇവിടെ പ്രശ്നം എന്താണ്? നേരത്തെ പാർവതി പറഞ്ഞു ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ പ്രശ്നം തീർന്നു എന്ന്. 6 പേർക്ക് കാണാൻ അനുമതി കൊടുത്തു. DGP അവരെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞു വലിച്ചഴച്ചിട്ടില്ല എന്ന്. നിങ്ങളൊരു തെളിവ് കാണിക്കൂ. നിങ്ങളൊന്ന് ഇന്നിപ്പോൾ പറഞ്ഞു ബൂട്ടിട്ട് ചവിട്ടി. നിങ്ങൾ തെറ്റായ പ്രചാരവേല സംഘടിപ്പിക്കുകയാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണുനീർ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് നിങ്ങൾ ശ്രമിച്ചത്. ഈ RMPയും BJPയും ഈ UDFും കോൺഗ്രസും എല്ലാം കൂടെ ശ്രമിച്ചത് കേരളത്തിന്റെ DGP ഓഫീസ് അവരൊരു സമരകേന്ദ്രമാക്കി മാറ്റുക. താങ്കൾ അഭിസംബോധന ചെയ്തത് മഹിജയാണോ പറഞ്ഞത് പരിക്കുണ്ട് എന്ന്? ആ പരിക്ക് പലരും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടർ, വനിതാ റിപ്പോർട്ടർ കാണുകയും ചെയ്തിരിക്കുന്നു. ആ പരിക്ക് നീലിച്ചു കിടക്കുന്ന പാട് അടിവയറ്റിൽ. എന്തിനാണ് സ്മൃതി തെറ്റിദ്ധരിപ്പിക്കുന്നത്? സ്മൃതിയുടെ മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ അപ്പോൾ കാണിച്ചത് ജിഷ്ണു പ്രണോയുടെ അമ്മയെ വലിച്ചിഴച്ചു എന്നാണ്. വലിച്ചിഴച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങൾ വലിച്ചിഴച്ചു എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ നിങ്ങൾ ഒരു കാര്യം കാണിക്കും. നിങ്ങൾ എന്തിനാണ് ഓരോ ഭാഗവും മാറ്റി കൊണ്ടുപോകുന്നത്? താങ്കൾ ഒരിക്കൽ പറഞ്ഞാൽ മതി ശ്രീ പി ബിജു. മഹിജ പറയുന്നത് മുഴുവൻ കളവാണ്, മഹിജയുടെ കുടുംബം പറയുന്നത് മുഴുവൻ കളവാണ് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ വിശാലമായി ഒരുപാട് പേരെ ചേർക്കേണ്ടതില്ല. മഹിജ പറയുന്നതാണ് ഞങ്ങൾ പറയുന്നത്. അവരല്ലല്ലോ ആദ്യം പറഞ്ഞത്. നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളാണ്. നിങ്ങളാണ് അങ്ങനെ വാർത്ത കൊടുത്തത്. വലിച്ചെടുത്തു അങ്ങനെ ആ സ്ത്രീയെ ചുരുക്കി കാണരുത്. നാട്ടിൻ പുറത്തുള്ള സ്ത്രീ ആയിരിക്കാം, പക്ഷേ ഒരു സമരത്തിന് കോൺഗ്രസുകാരുടെ പിന്തുണ വേണ്ട, BJPക്കാരുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു കുടുംബം മാത്രം നടത്തിയ സമരമാണ്. ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു വന്നവരെ രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാത്തവരെയും നിങ്ങൾ പിടിച്ച് അകത്തിട്ടല്ലോ. നിങ്ങൾ എന്തിനാണെങ്കിൽ നിങ്ങൾ എന്ന് അഭിസംബോധന ചെയ്തത്? മഹിജ കളവ് പറഞ്ഞു എന്ന് പറയൂ, ഒറ്റ വാക്കിൽ മഹിജ കളവ് പറഞ്ഞു. എന്തിന് തെറ്റായി ധരിപ്പിക്കുന്നത്? ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു വേർഷൻ വന്നു. ഇതല്ലല്ലോ ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ വേർഷൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ വേർഷൻ അല്ല ഗവൺമെൻറ് കൊടുത്തത്. ഗവൺമെൻറ്റിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ് ഗവൺമെൻറ് കൊടുത്തത്. അവിടെ ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ ഒരു പോയിന്റും കോട്ട് ചെയ്തിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലേക്ക് ജനങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ജിഷ്ണു പ്രണോയുടെ അമ്മ പറയുന്ന ഒരു പോയിന്റും കോട്ട് ചെയ്യേണ്ടാണോ നിങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അവർ പറയുന്ന ഒരു കാര്യം കണക്കിലെടുക്കാണ്ടാണോ നിങ്ങൾ 14 പോയിന്റ് കൊടുക്കേണ്ടത്? ജിഷ്ണു പ്രണോയുടെ അമ്മയ്ക്ക് നീതി കിട്ടും. ജിഷ്ണു പ്രണോയുടെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരെ അറസ്റ്റ് ചെയ്യാത്തവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അവരുടെ സ്വത്ത് കണ്ടെത്തുന്നതിന് ആവശ്യമായ സമീപനം സ്വീകരിക്കും. ഇവർ പറഞ്ഞതനുസരിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിച്ചു കൊടുത്തു. നിയമത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു. എന്തിനു പറയുന്നു? എന്തിനാണ് ഹൈക്കോടതി പറഞ്ഞത് പോലീസിന് തൊപ്പി കാണില്ല എന്ന്? ഈ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. ഈ പ്രതികളോടൊപ്പമാണ് ഗവൺമെൻറ് എങ്കിൽ എന്തിനു ഹൈക്കോടതി എങ്ങനെ പറഞ്ഞു?
ഹൈക്കോടതിയിൽ പോലും ഗവൺമെൻറ്റിന് വിമർശനം വാങ്ങേണ്ടി വന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണൂർ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ്. അതിനുവേണ്ടി രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി കുറെ RMPയും കുറെ UDFും കുറെ കോൺഗ്രസും എല്ലാം വന്നിരിക്കുകയാണ്. നിങ്ങൾ രാഷ്ട്രീയമായി നേരിടൂ. മഹിജ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി നൽകൂ. അത് ഈ 14 പോയിന്റ് പത്രപരസ്യമല്ല. ശ്രീ PC വിഷ്ണുനാഥ്, നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്, നിങ്ങൾ കുരുക്കുന്ന കെണിയിൽ വീഴാൻ പോകുന്നില്ല എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ ചർച്ചയിൽ പോലും ശ്രീ ശ്രീജിത്ത് നിങ്ങൾ സ്മൃതിയുടെ ചോദ്യത്തിന് പറഞ്ഞത് എന്താണ്? ഈ ഗവൺമെൻറ്റിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും ഇപ്പോഴും ഇത്രയും അവരെ ഒരു പരസ്യം കൊടുത്ത് അപമാനിക്കുമ്പോൾ പോലും ആ മാർസിസ്റ്റുകാരാണ്. ബിജു മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ശ്രീജിത്തിൻ്റെ അച്ഛൻ BJPക്കാർ വെട്ടി ചലനമറ്റ അവസ്ഥയിൽ കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലൊക്കെ ആവർത്തിച്ചതാണ്. പിന്നീട് ഇവിടെ ഞാൻ ബിജുവിനോട് ലളിതമായ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. സഖാവ് MA ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ CPMൻ്റെ സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി, സെക്രട്ടേറിയറ്റ് പ്രമേയം പാസ്സാക്കി MA ബേബിയെ തിരുത്തുകയോ വരട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങളിൽ കൂടി നമ്മളെല്ലാം കണ്ടതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? പോലീസ് നടത്തിയത് പരാക്രമമാണ്, വാക്ക് പരാക്രമം. സഖാവ് VS അച്യുതാനന്ദൻ അവരെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിക്കുന്നു, DGPയെ ശകാരിക്കുന്നു. കാനൻ രാജേന്ദ്രൻ പറഞ്ഞത് സാമാന്യ ബുദ്ധി വേണമെന്നുള്ളതാണ്. RMP CMP കോൺഗ്രസ് BJP ഒക്കെ നിങ്ങൾ വിട്. നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ കണ്ട ദൃശ്യങ്ങൾ ഏത് ദൃശ്യമാണ്? പിന്നെ പിണറായി വിജയൻ ചേളാരിയിൽ പ്രസംഗിച്ച ഇന്ന് നിങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുത്ത, നിങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ പത്രക്കുറിപ്പായി പത്രങ്ങൾ കൊടുത്ത രൂപത്തിലാണോ? അവിടെ ശ്രീജിത്തിനെ മഹിജയെ പോലീസ് അതിക്രമം നടത്തുന്നു. ഇനി അത് പോട്ടെ, നിങ്ങളുടെ ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർ കൊടുക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ അവർക്ക് അതിക്രമത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബിജു പറഞ്ഞത് എന്താണ്? ഈ കേസ് എന്താ? നമ്മൾ ചർച്ച ചെയ്യുന്ന കേസ് എന്താ? മഹിജയുടെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും നേരെ ഉണ്ടായ പോലീസ് അതിക്രമം. ആ പോലീസ് അതിക്രമത്തെക്കുറിച്ച് ബിജു പറയുന്നത് ഞങ്ങളുടെ സർക്കാർ പരസ്യം കൊടുത്തിട്ടുണ്ട്, അതിൽ മഹിജയുടെ അമ്മയുടെ ഒരു പോയിന്റും വരേണ്ടതില്ല. എന്ത് യുക്തിയാണ് സഖാവേ ഇതിനകത്തുള്ളത്? മഹിജയുടെ അമ്മയുടെ നേരെ ഉണ്ടായ പരാക്രമത്തെക്കുറിച്ച് പരസ്യം കൊടുക്കുമ്പോൾ അതിൽ മഹിജയുടെ അമ്മയുടെ പോയിന്റ് അല്ല വരേണ്ടതെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? മൂന്നാമത്തെ കാര്യം ഈ ചർച്ചയിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കേരള പോലീസ് ഗുജറാത്ത് മോഡലാണ്. കാരണം അവിടെ നരേന്ദ്രമോദിക്കെതിരെ വ്യവഹാരം നടത്തുന്ന ടീസ്റ്റ സെത്തൽവാദിനെയും അതുപോലെ RB ശ്രീകുമാറിനെയും ഒക്കെ കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ വ്യവഹാരം നടത്തിയ ആളാണ് ഷാജഹാൻ. ഞാൻ ചോദിക്കട്ടെ, KM ഷാജഹാനെതിരെ 120B ഇട്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട്, പരിണിതപ്രജ്ഞനായ നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിഭാഷകനാണ്. 120B ഇടാൻ പാകത്തിൽ എന്ത് ക്രിമിനൽ കോൺസ്പിറസിയിലാണ് അവർ പങ്കെടുത്തിട്ടുള്ളത്? ഇവരുടെ കുടുംബം പറയുന്നു ഷാജഹാനെ കാണുന്നത് ഇവിടെ ആദ്യമായിട്ടാണ്. ഷാജർ ഖാൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയക്കാരനാണ്, എൻ്റെയും ബിജുവിനോട് ഒപ്പം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ്. അവർ എന്ത് ക്രിമിനൽ കോൺസ്പിറസി? ഇവിടെ ഞാൻ പറയട്ടെ, സാമൂഹ്യ പ്രവർത്തകരെയൊക്കെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടാനാണ് ഭാവമെങ്കിൽ ഇത് എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഇവിടെ സാംസ്കാരിക നായകന്മാരുടെ നിശബ്ദത, ഇവിടെ ഫേസ്ബുക്കിൽ എഴുതുന്ന മാധ്യമ പ്രവർത്തകരുടെ നിശബ്ദത എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇവിടെ ആരെ വേണമെങ്കിലും നാളെ പിടിച്ച് ജയിലിലിടാം ഈ കേരളത്തിൽ. ഇതാണ് സ്ഥിതി. നിങ്ങൾ അപ്പോൾ ആർക്കും ഇനി ആരെയും പിന്തുണയ്ക്കാൻ കഴിയാത്ത സാഹചര്യം. നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കും, നിങ്ങളെ ജയിലിലിടും. എന്താണ് ഇവിടെ തോക്ക് സ്വാമിയുടെ കാര്യം പറഞ്ഞു, അയാൾ മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിരിക്കുന്നത് അവിടെ അപ്പോയിന്റ്മെന്റ് DGP കൊടുത്തു. മനു ഭരത് എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകനെ ഉദ്ധരിച്ചുകൊണ്ട് VS ശ്യാംലാൽ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇയാളും അയാളും തമ്മിൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുക, അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ക്രിമിനൽ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ DGPയുടെ ആസ്ഥാനം തകർക്കാൻ ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ എന്ത് തെളിവാണ് ഈ നിമിഷം വരെ നിങ്ങൾക്ക് കേരളത്തോട് പറയാനുള്ളത്? ആദിവാസികളെ കൊണ്ട് ജയിലിലിട്ടതാണ് വിഷ്ണുനാഥിൻ്റെ പാർട്ടി കോൺഗ്രസ്. അവരാണ് ഇപ്പോൾ വലിയ ന്യായം പറയുന്നത്. പിന്നെ കേസെടുത്തത് പോലീസല്ലേ? ഷാജഹാനെതിരെ ആയിരുന്നാലും ഷാജിർ ഖാനെതിരെ ആയിരുന്നാലും ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തത് പോലീസാണ്. ഇത് തെറ്റായിട്ടുള്ള കേസാണെങ്കിൽ മജിസ്ട്രേറ്റിനെ പോയി ബോധ്യപ്പെടുത്തൂ. നിങ്ങൾക്ക് ഹൈക്കോടതി വരെ പോയി ബോധ്യപ്പെടുത്താമല്ലോ. കോടതിയിൽ ഇത് ബോധ്യപ്പെടുത്തേണ്ടി വരുമല്ലോ. പോലീസ് ഏത് സാഹചര്യത്തിൽ ഈ രൂപത്തിൽ FIR ഇട്ടു, ഏത് സാഹചര്യത്തിൽ ഗൂഢാലോചന ഞങ്ങളുടെ പോലീസ് ആരെ വേണമെങ്കിലും കള്ളക്കേസിൽ കൊടുക്കും, നിങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചാൽ മതി. അതാണോ CPM നയം? ശ്രീ P ബിജു, കള്ളക്കേസല്ലല്ലോ, യഥാർത്ഥ കേസാണല്ലോ. എന്താണ് യാഥാർത്ഥ്യം? നടന്നിട്ടുണ്ടല്ലോ. എന്താണ് യാഥാർത്ഥ്യം? എന്താണ് യാഥാർത്ഥ്യം? ഷാജഹാനും ഷാജിർ ഖാനും എന്ത് ഗൂഢാലോചന നടത്തി? ശ്രീ P ബിജു,
ഷാജഹാനും ഷാജിർ ഖാനും ഗൂഢാലോചന നടത്തിയത് ഇവിടെ ടി വിയിൽ വന്നിരുന്ന് ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ. അവിടെ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നത് പോലീസാണ്. പോലീസ് ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. ആ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തിയല്ലേ. അതല്ലേ നമ്മുടെ നിയമ സംവിധാനം. ഷാജഹാൻ എന്ത് ചെയ്തു, ഷാജിർ ഖാൻ എന്ത് ചെയ്തു എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞോ? അതെൻ്റെ ബാധ്യതയാണോ? താങ്കളുടെ ബാധ്യത ഏതൊക്കെ കാര്യങ്ങളിൽ വരും? ഒന്നാമത്തെ വേർഷൻ 6 പേരെ DGP കാണാൻ അനുമതി നൽകിയിരുന്നു. DGP അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഈ 6 പേരിൽ താങ്കൾ ഇങ്ങനെ വട്ടം കറങ്ങിയാണ്. 6 ഞങ്ങൾ 14 പേരുണ്ടായിരുന്നു എന്ന് ശ്രീജിത്ത് പറഞ്ഞു കഴിഞ്ഞു. അതിലിങ്ങനെ ആവർത്തിക്കാതെ മഹിജ പറഞ്ഞത് കളവാണോ സത്യമാണോ എന്ന് താങ്കൾക്ക് ഇപ്പോഴും പറയാൻ സാധിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ നടപടികളെ ഇത്ര ലാഘവത്തോടെ വിശദീകരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, ഇനിയിപ്പോൾ മലപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഈ മലപ്പുറം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ നിശബ്ദരായിരിക്കുന്ന നേതാക്കൾ, അല്ലെങ്കിൽ നേരത്തെ പ്രതികരിച്ച് ഇപ്പോൾ വീണ്ടും മിണ്ടാതായിരിക്കുന്ന നേതാക്കൾ കൂടുതൽ കടുത്ത നിലപാടുകളുമായി രംഗത്ത് വരില്ലേ? നേതാക്കൾ എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊരു പ്രവചനം നടത്തുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശ്രീ വിഷ്ണുനാഥ് ഉന്നയിച്ചാണ്. ഈ 120B എന്ന് പറഞ്ഞ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചനയ്ക്കാണ് നമ്മുടെ ഷാജഹാനെയും ഷാജിർ ഖാനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു SUCI പ്രവർത്തകനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ പറപ്പിച്ചിരിക്കും. ഇവർ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. എന്ന് മാത്രമല്ല, ശ്രീ ഷാജഹാൻ്റെ സഹധർമ്മിണി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം അത് എന്നെ അമ്പരപ്പിച്ചു. എന്താ വെച്ചാൽ, ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി മജിസ്ട്രേറ്റിന് മുമ്പിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സമീപകാലത്തൊന്നും ജാമ്യം കിട്ടരുത് എന്ന് പോലീസിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ട് ഇടിക്കാനോ ചവിട്ടാനോ ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയൊന്നും പോലീസ് ചെയ്യില്ല, ഷാജഹാനെ പോലൊരാളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ എന്തിനാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്? ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഏതൊക്കെ സ്ഥലത്ത് തെളിവെടുപ്പിക്കാനാണ് എനിക്കറിയില്ല. AK സെൻറ്ററിൽ കൊണ്ടുപോകാനാണോ, അതോ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോകാനാണോ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി തെളിവെടുക്കാനാണോ, നമുക്കറിയില്ല. ഇന്നലെ ഞാനും ബിജുവും ഉൾപ്പെട്ട ഒരു ചർച്ച ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായിരുന്നു. അവിടെ ശ്രീ വിനു പറഞ്ഞു ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ ഷാജഹാൻ അവിടെ പോകാനിടയായത് എന്നും. ഷാജഹാൻ ഇവർക്ക് നേരത്തെ പരിചയമില്ല. ഈ ശ്രീജിത്തിനും മഹിജയ്ക്കും ആർക്കും അറിയില്ല. ശ്രീജിത്തിനെ ഷാജഹാനും അറിയില്ല. ഷാജഹാൻ അന്വേഷിച്ച് പിടിച്ചു പോയതാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കേസിൽ പ്രതിയായി. ഇപ്പോൾ ഗൂഢാലോചന കേസിൽ പ്രതിയായി നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിനൊക്കെ എന്തെങ്കിലും ന്യായമുണ്ടോ? ഷാജഹാനെ എനിക്ക് 40 കൊല്ലമായിട്ട് അറിയാം. ഷാജഹാൻ എൻ്റെ സീനിയറായിട്ട് പഠിച്ചാണ് ആലുവ UC കോളേജ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഷാജഹാനെ വളരെ അടുത്തറിയാം. അദ്ദേഹം ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇന്നേ ദിവസം വരെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാകാത്ത ആളാണ്. ഒരു പെറ്റി കേസിൽ പോലും അദ്ദേഹത്തിന് പ്രതിയാക്കാൻ സാധിച്ചിട്ടില്ല. അത് പ്രതിയാകുന്ന ആളല്ല. അദ്ദേഹം വളരെ സഭ്യമായിട്ടും മാന്യമായിട്ടും സംസാരിക്കുന്ന ആളാണ്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണ്. അദ്ദേഹത്തിന് ശക്തമായ നിലപാടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ആളാണ്. പക്ഷേ ഷാജഹാനെ പോലൊരാളെ ഇതുപോലൊരു കേസിൽ പ്രതിയാക്കി ജയിലിൽ അടച്ചിരിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. നമ്മൾ സത്യത്തിൽ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്തൊരു അതിക്രമമാണ് നടക്കുന്നത്. ഇതൊക്കെയാണ് ശരിക്കും ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഒരു നേതാക്കൾ വിശദീകരിക്കില്ല. പോലീസിന് കേസെടുക്കാം. പോലീസിന് കേസെടുത്തു കഴിഞ്ഞാൽ ഈ അറസ്റ്റിലായവർക്ക് കോടതിയിൽ വിശദീകരിക്കാം. കോടതിയിൽ നിന്ന് നീതി കിട്ടിക്കോളും എന്നാണ് CPM നേതാക്കൾക്ക് പറയാനുള്ളത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.